ruchibedhangal. എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഐസ്ക്രീമാണ്. നിങ്ങൾ ഇന്നേ വരെ കഴിക്കാത്തൊരു ഐസ്ക്രീം ആയിരിക്കും ഇത്. പിന്നെ ഇത് ഞാൻ 5 ഫ്ലേവറിലാണ് ചെയ്ത് കാണിക്കണത്. ഈ ചൂടുകാലത്ത് നമ്മൾ മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൂവ. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം ചെയ്താലോ? അപ്പോൾ എത്ര തണുപ്പിന് തണുപ്പുമായി, ശരീരത്തിന് അത്രയും നല്ലതുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ പോണേ ആ പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം സ്റ്റൗവിലേക്ക് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. കൈവിടാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ നമ്മുടെ ചാനലിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കൂവപ്പൊടി കൊണ്ടുള്ള ഫ്രൂട്ട് സാലഡാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ കൂവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിനി നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ കൂവ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ലിറ്റർ പാല് ഞാൻ 3/4 ലിറ്ററായിട്ട് വറ്റിച്ചെടുത്താണ്. നിങ്ങൾ 1/2 ലിറ്റർ ആക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പാൽപ്പൊടി ഇടാം, ഫ്രഷ് ക്രീം ചേർക്കാം. ഞാൻ പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ 5 ഫ്ലേവേഴ്സിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് 2 തവി ഈ കൂവയുടെ മിക്സ്ചർ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വനില എസൻസ് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ വനില ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡിയായി. രണ്ടാമത്തെ അതുപോലെ തന്നെ 2-3 തവി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്ട്രോബെറിയുടെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 ഡ്രോപ്പ് ഇടാം. അതും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും മാറ്റി വയ്ക്കാം. മൂന്നാമത് നമ്മൾ പിസ്ത ഐസ്ക്രീമാണ് ചെയ്യണത്. അതിനായിട്ട് പിസ്ത എസൻസ് ഇട്ട് കൊടുക്കുകയാണ്. അതും ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. നാലാമത് ചെയ്യാൻ പോണത് ബട്ടർ സ്കോച്ചാണ്. അതിനായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഇടുകയാണ്. കൂടെ കുറച്ച് യെല്ലോ ഫുഡ് കളറുമാണ് ചേർക്കുന്നത്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ലൈറ്റായിട്ട് ഒരു യെല്ലോ കളറിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കാരണം അതും ചേർത്ത് കൂടെ കുറച്ച് പ്രളയനും ചേർക്കുകയാണ്. ഈ പ്രളയൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും മാറ്റി വയ്ക്കാം. അതിന് ശേഷം പാലിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡറും പാലിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിക്സിയിലൊന്ന് ഞാൻ അടിച്ചെടുത്തു. അപ്പോൾ അത് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഓരോ ഐസ്ക്രീമിൻ്റെ മിക്സും ഓരോ അലുമിനിയം ഫോയിലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു ഓവർനൈറ്റൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാം. നിങ്ങൾ ചെയ്യണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ആദ്യം ഫ്രീസ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ഫ്രീസ് ചെയ്യാൻ ഒരു ഓവർനൈറ്റൊക്കെ വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. ഞാനിപ്പോൾ എനിക്കതിന് സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ വെച്ചത്. അപ്പോൾ ഞാനിത് അടുത്ത ദിവസമാണ് എടുക്കണത്. നമുക്ക് തുറന്നു നോക്കാം. ക്ലിംഗ് റാപ്പും എടുത്ത് മാറ്റാം. നന്നായിട്ട്
ഫ്രീസായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. കണ്ടില്ലേ എത്ര പെട്ടെന്ന് ആയിക്കഴിഞ്ഞു ഈ 5 ഐസ്ക്രീമും 5 ഫ്ലേവറിൽ. പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് കുറച്ച് ബാക്കി വന്നിരുന്നു. അപ്പോൾ ഞാനത് വനില ഫ്ലേവർ തന്നെ ആക്കി ഈ ഒരു ബോക്സിലേക്ക് മാറ്റി ഫ്രീസ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഐസ്ക്രീം എത്ര നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഞാൻ വേറെ ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, പാലും കൂവപ്പൊടിയും പഞ്ചസാരയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ ചെയ്തെടുക്കാനും പറ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.